സംപൂജ്യരായ ഗുരുജനങ്ങളെ, സ്നേഹനിധികളായ ഗുരു TV പ്രേക്ഷകരെ, നിങ്ങൾക്ക് എൻ്റെ അഗൈതവുമായ പ്രണാമം ഇവിടെ രേഖപ്പെടുത്തുന്നു. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം എന്ന ഉദാത്തവും ഉത്കൃഷ്ടവുമായ പ്രാർത്ഥനാ കൃതിയിലെ 9ാമത്തെ പദ്യമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഇനി ഈ 9ാമത്തെ പദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പദ്യത്തിലൂടെ ഗുരുദേവൻ ഈശ്വരന്റെ സ്വരൂപത്തെ, അല്ലെങ്കിൽ ഈശ്വരന്റെ ആ വിശ്വരൂപത്തെ ഇവിടെ അനാവരണം ചെയ്യുകയാണ്. അത് നമുക്ക് വരികളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ജയിക്കുക മഹാദേവ ദീന അവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക. ജയിക്കുക മഹാദേവ. മഹാദേവൻ എന്ന് പറയുമ്പോൾ ദേവന്മാരുടെയും ദേവൻ എന്നാണ് അർത്ഥം. അതാണ് മഹാദേവൻ എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്രിമൂർത്തി സങ്കല്പമാണല്ലോ ഹിന്ദുക്കൾക്കുള്ളത്, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഇതില് ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും പൂജ്യനായ ആ ദൈവം സാക്ഷാൽ ശിവൻ, അതാണ് മഹാദേവൻ എന്നതുകൊണ്ട് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലയോ ദൈവമേ, എന്റെ വാച്യമായ അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ ദൈവമേ. അതുപോലെ തന്നെ ആ ദൈവത്തിന്റെ പ്രത്യേകത, മഹാദേവൻ ആയിരിക്കുന്ന, അതായത് ദേവന്മാർക്ക് പോലും പൂജ്യനായ ദേവാദിദേവനായ മഹാദേവനാണെന്ന്. അങ്ങനെയുള്ള അങ്ങ് വിജയിച്ചാലും ജയിക്കുക മഹാദേവ. ഇനി അങ്ങയുടെ പ്രത്യേകത എന്താ? ദീന അവനപരായണ. ഇവിടെ സാധാരണഗതിയിലെ ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ദീനാവനപരായണ എന്നാണ് സാധാരണഗതിയിൽ പലരും ചെല്ലാറുള്ളത്. ഇവിടെ വനം എന്ന വാക്ക് അപ്രസക്തമാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ദീന അവനപരായണ, അങ്ങനെ മുറിച്ച് അതിനെ വ്യവച്ഛേദിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അവനപരായണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനന്മാരെ, ദുഃഖിതരെ രക്ഷിക്കുന്നതിൽ തൽപരനായിരിക്കുന്നത്. അതാണ് ദീന അവനപരായണം. അപ്പൊ പരായണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് താല്പര്യമുള്ളവർ, വ്യാപൃതനായിരിക്കുന്നത്. ദീനന്മാരെ രക്ഷിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുന്ന ആളാണ് അങ്ങ്, ഈശ്വരൻ, ദൈവം. അപ്പൊ ജയിക്കുക മഹാദേവ, ദേവന്മാർക്കും ദേവനായ മഹാദേവ, അങ്ങ് വിജയിച്ചാലും, അങ്ങ് ജയിച്ചാലും ജയിക്കുക മഹാദേവ ദീന അവനപരായണ. അങ്ങയുടെ പ്രത്യേകത, സവിശേഷത എന്താണ്? എപ്പോഴും ദീനന്മാരെ രക്ഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധാലുവാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് വിജയിച്ചരുളിയാലും. ഒന്നും കൂടെ പറയാം: ജയിക്കുക മഹാദേവ ദീന അവനപരായണ. അവനപരായണം എന്ന് തന്നെ പറയണം, വനപരായണ. ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. തീർന്നില്ല, പിന്നെന്താ? ജയിക്കുക ചിദാനന്ദൻ. ചിത്ത് അധികം ആനന്ദം, ചിദാനന്ദൻ. അപ്പൊ അങ്ങ് ചിദാനന്ദനാണ് എന്ന് പറഞ്ഞാൽ ബോധാനന്ദ സ്വരൂപനാണ് അങ്ങ്. ജയിക്കുക മഹാദേവ ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ. അല്ലയോ ചിദാനന്ദ, ബോധാനന്ദ സ്വരൂപമേ, അങ്ങ് വിജയിച്ചാലും ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം, അങ്ങ് ദയാസിന്ധുവാണ്. ദയയുടെ സിന്ധു എന്ന് പറഞ്ഞാൽ ദയയുടെ സമുദ്രം, കടല്. അങ്ങ് ഒരു വലിയ പാരാവാരമാണ്. ദയ കാരുണ്യത്തിന്റെ സമുദ്രമാണ്. അങ്ങനെയാണ് ഒരേ സമയം തന്നെ കാരുണ്യത്തിന്റെ മഹാ സാഗരമായ അങ്ങ്
വിജയിച്ചരുളിയാലും എന്നുകൂടിയാണ് ഗുരുദേവൻ പറയുന്നത്. ആ വരികൾ ഒന്നും കൂടെ ചൊല്ലുന്നു. ജയിക്കുക മഹാദേവ ദീന അവനവരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു, ജയിക്കുക. അങ്ങ് ഒരേ സമയം തന്നെ ചിദാനന്ദനാണ് എന്ന് പറഞ്ഞാൽ അങ്ങ് ബോധാനന്ദ സ്വരൂപനാണ്, അതുപോലെ അങ്ങ് ദയാസിന്ധുവാണ്, ദയയുടെ സമുദ്രമാണ്, കടയാണ്, പാരാവാരമാണ്, എല്ലാമാണ്. അപ്പം ഈ അർത്ഥവും ആശയവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈശ്വരന്റെ സ്വരൂപം എന്താണെന്ന് ഇവിടെ ഒരു 3-4 വരികളില് ഇവിടെ പ്രതിപാദിക്കുന്നു. ദയാസിന്ധുവാണ്, അതുപോലെ ദീന അവനപരായണനാണ്. ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജയിക്കുക മഹാദേവ, അങ്ങ് മഹാദേവനാണ്, ദീന അവനപരായണനാണ്, ദയാസിന്ധുവാണ്. ഇങ്ങനെ ഈശ്വരനെ എല്ലാ മഹാത്മ്യത്തോടും കൂടി പ്രശംസിക്കുകയും പുകഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു വലിയ പ്രശംസയുടെ പുകഴ്ത്തലിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് സാധാരണക്കാര് ചിന്തിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെയല്ല അതിന്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈശ്വരനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പൂജിക്കുമ്പോൾ, പ്രശംസിക്കുമ്പോൾ, ആശംസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു യഥാർത്ഥ ഭക്തൻ ഈശ്വരന്റെ ഈ മാഹാത്മ്യവും ഈശ്വരന്റെ ഈ ഐശ്വര്യവും ഈശ്വരീയമായ ചൈതന്യത്തെ എല്ലാം അവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വരന്റെ ആ പദത്തിലെത്താനാണ് ഈ ഭക്തന്റെയും ആഗ്രഹം എന്ന് വ്യംഗ്യാർത്ഥം. ഈശ്വരൻ എത്തിയിരിക്കുന്ന ആ പരമോന്നതമായ ആ പദമുണ്ടല്ലോ, ആ ഒരു സ്ഥാനം, ആ സ്ഥാനത്തിൽ ഈശ്വരന് ഇനി അതിനപ്പുറം എത്തേണ്ട ഒരു ആവശ്യമില്ല. ഇനി പിന്നെ എന്താണ് ആവശ്യം? ഭക്തനാണ് ഈശ്വരനെ വിളിക്കുന്നത്, ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത്, പൂജിക്കുന്നത്. അപ്പൊ ഈശ്വരന്റെ എല്ലാവിധമായ മേന്മകളും സിദ്ധിവിശേഷങ്ങളും ഇങ്ങനെ ഓരോന്നായി ചർച്ച ചെയ്ത് അനാവരണം ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥ ഭക്തൻ ആ പ്രയോഗത്തിലൂടെ, ആ അർത്ഥത്തിലൂടെയും ആശയത്തിലൂടെയും ഈശ്വരന്റെ ആ പരമോന്നതമായ പദവിയിൽ എത്തുകയാണ് അവന്റെ ലക്ഷ്യം, അഥവാ അവൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോഴാണ് ഈശ്വരനും ഭക്തനും വിജയിക്കുന്നത് എന്ന് അതിന്റെ സാമാന്യ അർത്ഥം. പദ്യം ഒന്നും കൂടെ ചൊല്ലാം. ജയിക്കുക മഹാദേവ ദീന അവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു, ജയിക്കുക. ആ വരികള് അത്രമാത്രം ശ്രേഷ്ഠമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ദൈവദശകത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ പദ്യത്തിലും ഗുരുദേവൻ അറിഞ്ഞോ അറിയാതെയോ ഈ മഹാസാഗരത്തെ കൂട്ടുപിടിക്കുകയാണ്. ഈ സമുദ്രത്തെ ആദ്യത്തെ പദ്യത്തിൽ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവമേ കാത്തുപോയതെന്ന് കൈവിടാതെ ഇനി ഞങ്ങളെ നാവികൻ നീ ഭവാപ്തിക്ക് ഒരാവിവൻ തോണി നിൻപം. ഭവാപ്തി, ഭവസാഗരം, അവിടെയും സമുദ്രമുണ്ട്, ഇതിനകത്തുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ 10ാമത്തെ പദ്യത്തിലും അത് പ്രകടമായിട്ട് ഗുരുദേവൻ അവിടെ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാം. ഏറ്റവും വലിയ പ്രതിഭാസം അന്നും ഇന്നും മനുഷ്യന് ഏറ്റവും വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് സമുദ്രം, ആഴി, കടല്. അതിനെ ഗുരുദേവൻ വളരെ പ്രഗത്ഭമായ രീതിയില് അത് വേണ്ടിടത്ത് തന്നെ അതിനെ വിന്യസിക്കാനുള്ള ഗുരുദേവന്റെ ആ കവിതാ ചാതുര്യം അപാരമാണ്, അപ്രമേയമാണ്. തീർച്ചയായിട്ടും ഈ ശ്രേഷ്ഠമായ കൃതി കൂടുതൽ കൂടുതൽ വായിച്ച് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അത് വേണ്ട രീതിയിൽ ജീവിതത്തിന്റെ അതിന്റെ ആശയം സ്വാംശീകരിക്കുവാനും തൃപ്പാദങ്ങൾ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. ഗുരുധർമ്മം വിജയിക്കട്ടെ.